സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 9. എൻ്റെ കയ്യിലില്ലാഞ്ഞിട്ടാണ് സാർ. ഉടുതുണിയല്ലാതെ ഒന്നുമില്ല. രണ്ടാം പോലും നിവൃത്തിയില്ലാതെ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരമ്മയുടെ വേദന സാർ മനസ്സിലാക്കുമെന്ന് കരുതിയാണ്. പ്ലീസ് ഒന്ന് ചോദിച്ചോട്ട്. വേറെ ആരൊക്കെ അത് മനസ്സിലാക്കി? ഈ ബാറിൽ ഒരുപാട് വക്കീലന്മാരുണ്ടല്ലോ. സാർ, പണമില്ല എൻ്റെ കയ്യിൽ. ഈ ശരീരം മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടി അതും ഞാൻ പണയപ്പെടുത്താം. ശ്രീനിവാസൻ്റെ മുഖം ഇരുണ്ടു. അയാൾ ചൂണ്ടുവിരൽ നീട്ടി ആംഗ്യം കാണിച്ചു. വിമല ഞെട്ടി എഴുന്നേറ്റു. നിങ്ങൾ എന്താ വിചാരിച്ചത്? ശരീരം കാണിച്ച് പ്രലോഭിപ്പിക്കാമെന്നോ? സാർ, ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല സ്വത്തും മാനവും ഉയിരും ഒന്നും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പെണ്ണായിട്ട് ജനിക്കണം. നഷ്ടപ്പെടുന്നത് സ്വന്തം കുഞ്ഞിനെ ആയിരിക്കണം. പറഞ്ഞു തീർന്നതും വിമല മുഖം പൊത്തി കരഞ്ഞു. ശ്രീനിവാസൻ പെട്ടെന്ന് അസ്വസ്ഥനായി. കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അയാൾ എഴുന്നേറ്റു. പിന്നെ ഇരുന്നു. മുഷ്ടി രണ്ടും ചേർത്ത് വെച്ച് അതിന്മേൽ നെറ്റിമുട്ടിച്ച് അല്പനേരം ഇരുന്നു. പിന്നെ മുഖമുയർത്തി വിമലയെ നോക്കി. ശരി, കേസ് ജയിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് പ്രതിഫലം തരും? എന്ന് തരും? എൻ്റെ മക്കളെ തിരിച്ചു കിട്ടിയാൽ എൻ്റെയും മക്കളുടെയും ജീവിതത്തിലുണ്ടാകുന്ന സകല നേട്ടങ്ങളും സാറിന് തന്നുകൊള്ളാം. സാറിൻ്റെ വേലക്കാരോ അടിമകളോ ആയിരുന്നോളാം ഞാനും മക്കളും. അത്രയും വലിയ വാഗ്ദാനങ്ങളൊന്നും വേണ്ട. പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. കേസ് തോറ്റുപോയാൽ എന്തു തരുമെന്ന് കൂടി പറയണം. കാരണം കേസ് തോറ്റാലും വക്കീലിന് ഫീസ് കിട്ടണമല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. വിമല തേങ്ങി. ഇവിടെ ഇരുന്ന് വെറുതെ കരയരുത്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ സ്വസ്ഥത നശിക്കും. വിമല പെട്ടെന്ന് കരച്ചിലടക്കി മുഖം തുടച്ചു. സുഗുണ, പേനയും കടലാസും എടുക്ക്. സുഗുണൻ തയ്യാറായി. ശരി, ആദ്യം മുതൽക്ക് പറഞ്ഞോളൂ. ഒരക്ഷരം വിട്ടുപോകരുത്. കള്ളം പറയരുത്. വിമല തലയാട്ടി. പിന്നെ തൻ്റെ ദുരന്തകഥ പറയാൻ ആരംഭിച്ചു. DYSP ജയശങ്കർ ഓഫീസിൽ നിന്നും മടങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫോൺ കോൾ. ജയശങ്കർ റിസീവർ എടുത്തു. ഹലോ ഹലോ മിസ്റ്റർ ജയശങ്കർ അല്ലേ? മറുവശത്തു നിന്ന് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ്റെ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു. അതെ. അപ്പോൾ സാർ, വിമല എന്നൊരു സ്ത്രീക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു കേസില്ലേ? ആ കേസിനെ സംബന്ധിച്ച് പോലീസിൻ്റെ കൈവശമുള്ള ഡോക്യുമെൻസിൻ്റെ എല്ലാം ഒരു പകർപ്പ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. റെക്കോർഡ്സ് മുഴുവൻ. എന്തിനാണ് വക്കീൽ സാറേ? ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയാണ്. എന്താ സംഘടിപ്പിച്ച് തരുമോ? അതിനെന്താ, തരാമല്ലോ. താങ്ക് യു മാൻ. ഞാൻ നാളെയോ മറ്റോ വന്ന് കളക്ട് ചെയ്തു കൊള്ളാം. ഓക്കെ. തുടർന്ന് റിസീവർ വെച്ച ശബ്ദം. എന്തോ ആലോചിച്ചുകൊണ്ട് ജയശങ്കറും റിസീവർ വെച്ചു. ഗ്ലാസുകളിലെ ചുവന്ന ദ്രാവകം നിറഞ്ഞു തുളുമ്പുവോളം ഐസ് ക്യൂബുകൾ പെറുക്കിയിട്ട് ബെയറർ പോയി. ചിയേഴ്സ്. ജയശങ്കർ ഗ്ലാസ് എടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ശ്രീനിവാസനും തൻ്റെ ഗ്ലാസ് എടുത്ത് പതുക്കെ സിപ്പ് ചെയ്തു. റെസ്റ്റോറൻറ്റിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. ആരും കാണാനില്ലാത്ത TV-യിൽ ഏതോ രാജ്യത്ത് നടക്കുന്ന ഗോൾഫ് കളിയുടെ തത്സമയ സംപ്രേഷണം. ഒരു ബെയറർ TV-ക്ക് മുന്നിൽ നിന്ന് പല ചാനലുകൾ മാറി മാറി ഇട്ട ശേഷം ഗോൾഫ് കളി തന്നെ പുനഃസ്ഥാപിച്ച് കടന്നുപോയി. തനിക്ക് ഇങ്ങനെയൊരു ദുർബുദ്ധി തോന്നാൻ എന്താ കാരണം? ജയശങ്കർ ചോദിച്ചു. അങ്ങനെ തോന്നി. ജയശങ്കർ പറഞ്ഞു. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കേസാണത്. മനസ്സിലായോ? ലോകമെന്ന് പറയുന്നത് ഒരു കോടതിയും ഒരു പോലീസ് സ്റ്റേഷനും ഒരു പട്ടണവും മാത്രം അടങ്ങുന്ന സ്ഥലമല്ല. 600 കോടിയോളം ജനങ്ങളുണ്ട്. അതിനിടയിൽ നിന്ന് 3 കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ ഒരു വക്കീലിന് കഴിയുമെങ്കിൽ ഞാൻ ഈ കുപ്പായ ഊരി വെച്ചിട്ട് വക്കീൽ പണിക്ക് വരാം. സ്വാഗതം. ശ്രീനിവാസൻ തലകുലുക്കി സമ്മതിച്ചു. എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ശ്രമിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, ആ സ്ത്രീയുടെ കണ്ണീര് കണ്ടിട്ട്. ഒടുവിൽ എനിക്ക് മനസ്സിലായി അത് അസാധ്യമാണെന്ന്. കുട്ടികൾ ചെന്നുപെട്ടിരിക്കുന്നത് ഭിക്ഷക്കാരുടെയോ നാടോടികളുടെയോ കയ്യിലല്ല. നല്ല ബലമുള്ള, സ്വാധീനമുള്ള, അധികാരമുള്ള ചിലരുടെ കൈകളിലാണ്. അവർ കുറേ പണം ചെലവാക്കിയിട്ടുണ്ട്. അത് പാഴായി പോകരുതെന്ന് അവർക്ക് നിർബന്ധമുള്ളതുകൊണ്ട് എത്ര വലിയ റിസ്ക് എടുക്കാനും അവർ തയ്യാറുമാണ്. ജയശങ്കർ എല്ലാം അറിയാവുന്ന പോലെ സംസാരിക്കുന്നല്ലോ. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ അയാളെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്നാൽ പറയൂ, ഏതുതരം ആൾക്കാരുടെ കയ്യിലാണ് അവർ ചെന്നുപെട്ടിരിക്കുന്നത്? ക്രിമിനലുകളുടെ ഒരു സംഘം ഇതിന് പിന്നിലുണ്ടാവണം. ഒന്നുകിൽ മയക്കുമരുന്നോ സ്വർണമോ കള്ളക്കടത്തോ നടത്തുന്നവർ, അല്ലെങ്കിൽ മനുഷ്യാവയവങ്ങൾ വിൽപ്പന ചരക്കാക്കുന്നവർ. ഒന്ന് നിർത്തിയിട്ട് ജയശങ്കർ ഗ്ലാസ്സിലെ മദ്യം ഒരു ഇറക്ക് കഴിച്ചു. എന്നിട്ട് ചോദിച്ചു. ആട്ടെ, തനിക്കിതിൽ തലയിടാൻ എങ്ങനെ തോന്നി? സാമ്പത്തിക ലാഭം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. വിജയപ്രതീക്ഷയും വേണ്ട. ശ്രീനിവാസൻ എന്തോ ആലോചിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അത്യാവശ്യം വേണ്ടി വന്നാൽ തൻ്റെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. തീർച്ചയായും. വക്കീൽ തൻ്റെ ഗ്ലാസ് കാലിയാക്കി വീണ്ടും ബെയററെ വിളിച്ചു.
1 ഡബിൾ ലാർജ് വിസ്കി. അയാൾ ജയശങ്കറെ നോക്കി. തനിക്കോ? പറഞ്ഞോളാം. വിസ്കിയും സോഡയും എത്തി. തനിക്ക് ഈയിടെ മദ്യപാനം കൂടുതലാണെന്ന് കേട്ടു. വക്കീലന്മാരുടെ ബാറിൽ നിന്ന് ഇറങ്ങിയാൽ മദ്യപന്മാരുടെ ബാറിൽ. കേസുകളൊക്കെ കുറവാണെന്ന് പറഞ്ഞു. ഉള്ള കേസുകൾ തന്നെ ഉഴപ്പുകയാണെന്ന്. ചിലതൊക്കെ ഇടയ്ക്ക് ഉപേക്ഷിച്ചെന്ന്. എന്താ തൻ്റെ ഉദ്ദേശം? കരിയർ നശിപ്പിച്ചെടുക്കാനാണോ ഇത്ര പാടുപെടുന്നത്? ഇനി എന്തോന്ന് കരിയർ? അതൊക്കെ കഴിഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ്റെ കരിയർ കൗണ്ട് ഡൗണിലായിട്ട് വർഷം 2-3 കഴിഞ്ഞടോ. 0-യിൽ എത്തുമ്പോൾ ക്ലോസ്. ഒറ്റ വലിക്ക് അയാൾ ഗ്ലാസ്സിലെ വിസ്കി മോന്തി. ബേറർ. വേണ്ട, താനിനി കഴിക്കണ്ട. ബേറർ എത്തി. 1 മോർ ഡബിൾ ലാർജ്, ശ്രീനിവാസൻ പറഞ്ഞു. കുടിച്ചു ബോറാകാനാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. കുറച്ചൊക്കെ ബോറാകണമെടോ. ജീവിതമെന്ന് പറയുന്നത് തന്നെ പരമ ബോറല്ലേ? ബേറർ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ജയശങ്കർ മേശമേലിരുന്ന ഫയൽ ഒരു വശത്തേക്ക് മാറ്റി. അത് കുടിച്ചിട്ട് വീണ്ടും ഓർഡർ ചെയ്യാനൊരുങ്ങിയ ശ്രീനിവാസിനെ ജയശങ്കർ കർശനമായി വിലക്കി. സോറി, തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. ആട്ടെ, ഞാൻ ആ കേസ് ജയിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഏത് കേസ്? 3 മക്കളുടെ. അത് ഞാൻ പറഞ്ഞല്ലോ ഹോപ്പ്ലെസ് ആണെന്ന്. എനിക്കും വിശ്വാസമില്ല. പിന്നെ എന്തിനു താനത് ഏറ്റെടുത്തു? അതെനിക്കും അറിയാൻ വയ്യ. അവൾ കരഞ്ഞു കാണിച്ചിരിക്കും. ഏയ്, അതുകൊണ്ടൊന്നുമല്ല. അവൾ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നടോ. ഉഷയുടെ കൂട്ടുകാരി? ഉഷയ്ക്ക് എന്നോടുള്ളതുപോലെ ഒരു സ്നേഹം അവളോടും ഉണ്ടായിരുന്നു. തമ്മിൽ പിരിയാൻ വയ്യാഞ്ഞിട്ട് രണ്ടാളും കൂടി ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ പ്ലാനിട്ടിരുന്നു അത്രേ. അത്ഭുതത്തോടെ ജയശങ്കർ ശ്രീനിവാസനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വിമല കയറി വരുന്നത് കണ്ടപ്പോഴേ സുഗുണൻ എഴുന്നേറ്റ് ബെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇരിക്ക് ഇരിക്ക്. വിമല ഇരുന്നു. വക്കീൽ സാറ് വന്നില്ലേ? ഉച്ച കഴിഞ്ഞൊന്ന് മയങ്ങിയിട്ടൊക്കെ വരൂ. 4 മണിയൊക്കെ ആകും. വരുമോ? ചിലപ്പോൾ വന്നില്ലെന്നും ഇരിക്കും. വടി വെക്കണടുത്ത് കൊട വയ്ക്കാത്ത ആളാ. അതും പറഞ്ഞ് സുഗുണൻ ചിരിച്ചു. ഒരു ഈച്ച അയാളുടെ മുഖത്തിന് ചുറ്റും പറന്ന് കളിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ അത് അയാളുടെ മൂക്കിൻ തുമ്പി വന്നിരിക്കും, ചിലപ്പോൾ നെറ്റിയിൽ, കവിളിൽ, ചെവിയിൽ. സുഗുണൻ ഈച്ചയെ ആട്ടുകയും അതിനെ അടിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. രാവിലെ തുടങ്ങിയതാ ഈ ചെകുത്താൻ്റെ കളി. എന്നെ വിടാതെ കൂടിയിരിക്കുക. ഒറ്റ എണ്ണേ ഉള്ളൂ. സുഗുണൻ പിറുപിറുത്തു. എന്നിട്ട് ജാളിതയോടെ വിമലയെ നോക്കി. എനിക്ക് വേറെ പണിയൊന്നുമില്ലാന്ന് ഇവറ്റയ്ക്ക് തന്നെ അറിയാം. വിമല മന്ദഹസിച്ചു. വലിയ ഗുണമൊന്നുമില്ലാത്ത പണിയാ കൊച്ചേ ഇത്. പേര് സുഗുണൻ എന്നാണെങ്കിലും ഇതേവരെ ഗുണം പിടിച്ചിട്ടില്ല. ശ്രീനിസാറിൻ്റെ ഗുമസ്തനായിട്ട് കൂടിയതോടെ എൻ്റെ കാലക്കേട് പൂർത്തിയായി. അതെന്താ, വക്കീൽ സാറ് ശമ്പളം തരാറില്ലേ? ശമ്പളം തരാൻ ഉണ്ടായിട്ട് വേണ്ടേ? വരുന്ന വക്കാലത്തൊന്നും പിടിക്കാറില്ല. ഏറ്റെടുക്കുന്ന കേസുകളൊന്നും നേരാവണ്ണം നടത്താറുമില്ല. എപ്പോഴും ദേഷ്യ, മൂക്കത്തരിശം. അടുക്കുന്നവരെ എല്ലാം വെറുപ്പിക്കും. ഇഷ്ടപ്പെടാഞ്ഞാൽ കേസൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പാട്ടിന് പോകും. അതുകൊണ്ട് വിശ്വസിച്ചാരും കേസ് ഏൽപ്പിക്കാറില്ല. ഫീസാണെങ്കിലോ കടുകട്ടി. ശ്രീനിസാറിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ 2-3 കേസുണ്ട്. ഏറ്റെടുത്ത് ഫീസ് വാങ്ങിയ കേസ് ഇടയ്ക്ക് ഇട്ടിട്ട് പോയതിന് വേറെ പോരെ. എൻ്റെ കേസും ഇങ്ങനെ ഇടയ്ക്ക് ഉപേക്ഷിച്ച് കളയുമാവോ? ആർക്കറിയാം. പോരെങ്കിൽ ഫീസും കൊടുത്തിട്ടില്ലല്ലോ. ഒറ്റ ദേഷ്യം വന്നാൽ കേസുകെട്ടൊക്കെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ട് കാണുന്നതൊക്കെ തട്ടി എറിഞ്ഞ് ഇറങ്ങിയൊരു പോക്കാണ്. പോയ വഴിക്ക് പുല്ലുപോലും കിളിക്കില്ല. വിമലയുടെ മുഖത്ത് ആശങ്ക വ്യാപിച്ചു. വിമലയുടെ കേസിൻ്റെ കാര്യത്തിൽ എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എത്ര നാളുണ്ടെന്നറിയില്ല. പണ്ടൊക്കെ എന്തുമാത്രം വക്കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന വക്കീല. എത്ര കേസ് വാദിച്ച് ജയിച്ചിട്ടുള്ളയാളാ. സമർത്ഥനായിരുന്നു, സമർത്ഥൻ. ഈ പ്രദേശത്ത് ശ്രീനിവാസൻ വക്കീലിനെ വെല്ലാൻ വേറൊരു വക്കീലില്ലായിരുന്നു. ഒരു കേസ് കിട്ടിയാൽ അതിൻ്റെ പിറകെ പോലീസ് നായയെപ്പോലെ ഒരു പോക്കാണ്. വക്കീലന്മാരും കക്ഷികളും ജഡ്ജിയും ഒന്നും പ്രതീക്ഷിക്കാത്ത ഓരോ പോയിന്റുകൾ കൊണ്ടുവരും. പോലീസിന് പോലും കിട്ടാത്ത തെളിവുകൾ അവതരിപ്പിച്ച സകലരെയും ഞെട്ടിക്കും. പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം പോയില്ലേ. എന്നും കുടിയാ. വെളിവ് കെടുന്നത് വരെ കുടിക്കും. പാതിരാത്രിക്ക് ബാറ് ജോലിക്കാർ എടുത്തുകൊണ്ടുവന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുത്തി കാറും സ്റ്റാർട്ട് ചെയ്തു കൊടുക്കും. സ്റ്റാർട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ സ്വിച്ച് കീ ഇടേണ്ട ദ്വാരം തപ്പിക്കൊണ്ടേയിരിക്കും. സ്റ്റാർട്ടായി കിട്ടിയാൽ എങ്ങനെയും വീട്ടിലെത്തിയാൽ ജോലിക്കാരൻ വന്ന് താങ്ങി പിടിച്ച് ഇറക്കി കൊണ്ടുപോയിക്കൊള്ളും. പിന്നെ നേരം വെളുക്കുന്നത് വരെ ഒരു ബോധവുമില്ല. ഓർത്താൽ കുറച്ച് കഷ്ടമാ. എന്തൊരധപതനം. വിമലയ്ക്കും അങ്ങനെ തന്നെ തോന്നി. അദ്ദേഹം എന്താ ഇങ്ങനെയായത്? അതോ അങ്ങേരുടെ ഭാര്യ പോയ പിന്നെയാ? പോയോ? എങ്ങോട്ട്? മരിച്ചുപോയി. ഉഷാറാണി എന്നായിരുന്നു പേര്. നല്ല തങ്കപ്പെട്ടൊരു പെങ്കൊച്ച്. കാണാനാണെങ്കിൽ 7 അഴകായിരുന്നു. ഞാൻ വല്ലപ്പോഴും കേസ് കാര്യങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ചായയും ജ്യൂസും ഒക്കെ തരും.
സുഗുണൻ ചേട്ടാന്ന് ബഹുമാനത്തോടെ അല്ലാതെ വിളിച്ചിട്ടില്ല. വിമല അതൊന്നും കേട്ടില്ല. ഹൃദയത്തിന് മീതെ ആഞ്ഞൊരു വെട്ട് കിട്ടിയതുപോലെ ആയിരുന്നു അവൾ. ഉഷാറാണി മരിച്ചു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഭൂമിയിൽ അവൾ ജീവിച്ചിരിപ്പില്ല. അവളുടെ ദുഃഖം, ചിരി, സംഭാഷണം, കുസൃതി, ഊഷ്മളസ്പർശം എല്ലാം വിമലയുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി. അവസാനം അവൾ അയച്ച കത്തിലെ വാചകങ്ങളും അവൾക്ക് ഓർമ്മ വന്നു. ഒരു കൊച്ചു വക്കീലിനെ പ്രതീക്ഷിക്കുകയാണെന്ന്. കരൾ വിറയ്ക്കുന്നതുപോലൊരനുഭവം. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. സുഗുണൻ പറയുകയായിരുന്നു, പ്രസവത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയതാ. അവിടെ വെച്ച് തന്നെ അന്ത്യവും കഴിഞ്ഞു. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നത്രേ. പ്രസവിച്ച് അധികം വൈകാതെ കുഞ്ഞും മരിച്ചു. അതേ രാത്രിയിൽ തന്നെ അവരും. ഒന്ന് നിർത്തി ദീർഘശ്വാസം കഴിച്ചിട്ട് സുഗുണൻ തുടർന്നു. അതിനുശേഷമാ ശ്രീനിസാർ ഇങ്ങനെയായത്. ജീവിക്കണമെന്ന ആഗ്രഹമില്ലാത്ത പോലെ, തോന്നിയ പോലെ, വേണ്ട സമയത്ത് ആഹാരമില്ല, ഉറക്കമില്ല, ജോലി വേണ്ടവണ്ണം ചെയ്യില്ല. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോയി ആ ജീവിതം. സുഗുണൻ പറഞ്ഞു നിർത്തി. വിമല സുഗുണൻ കാണാതെ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പി. കോടതി കേസ് ആദ്യത്തെ തവണ വിളിച്ചിരിക്കുകയാണ്. എടത്തിലച്ഛനും ഓർഫനേജിൻ്റെ കാര്യദർശിയായ മത്തായിച്ചേട്ടനുമാണ് എതിർകക്ഷികൾ. എടത്തിലച്ഛൻ്റെ ചുമതലയിൻ കീഴിൽ നടക്കുന്ന ഓർഫനേജിൽ താൻ ഏൽപ്പിച്ചിരുന്ന തൻ്റെ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു എന്നാണ് കേസ്. അച്ഛൻ്റെയും ബന്ധപ്പെട്ടവരുടെയും അനാസ്ഥ മൂലമാണ് കുട്ടികളെ നഷ്ടമായത്. കുട്ടികളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കേണ്ട ചുമതലയിൽ നിന്ന് എടത്തിലച്ഛനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. എടത്തിലച്ഛനെതിരെയുള്ള പ്രധാന പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. ആയതിനാൽ എടത്തിലച്ഛൻ കുട്ടികളെ വീണ്ടെടുത്ത് കൊടുക്കുകയോ, അത് സാധ്യമല്ലെങ്കിൽ 3 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ആജീവനാന്ത ദുഃഖത്തിന് 25 ലക്ഷത്തിൽ കുറയാത്ത ഒരു തുക നഷ്ടപരിഹാരമായി നൽകുകയോ ചെയ്യണം. സമൻസ് കൈപ്പറ്റി കോടതിയിലെത്തിയ എടത്തിലച്ഛൻ കേസ് അവധിക്ക് വയ്ക്കാൻ അപേക്ഷിച്ച് മടങ്ങി. പോകും മുമ്പ് കോടതി വരാന്തയിൽ വെച്ച് വിമല എടത്തിലച്ഛനെ കാണുകയുണ്ടായി. എടത്തിലച്ഛൻ്റെ ശിരസ് താണിരുന്നു. മുഖം മ്ലാനമായിരുന്നു. ഫാദർ, വിമല അപേക്ഷാസ്വരത്തിൽ വിളിച്ചു. എന്നോട് ക്ഷമിക്കണം. മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയല്ല. അച്ഛൻ്റെയും മത്തായിച്ചേട്ടൻ്റെയും ഒക്കെ നിരപരാധിത്വം എനിക്കറിയാം. എൻ്റെ മക്കളെ തിരിച്ചു കിട്ടാൻ ഇങ്ങനെയൊക്കെ വേണ്ടിവരുമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അതേ എനിക്കറിയൂ. മുങ്ങിച്ചാകാൻ പോകുമ്പോൾ അവസാനമായി കയറി പിടിക്കുന്ന കച്ചിത്തുരുമ്പായിട്ട് കരുതി അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛൻ മുഖമുയർത്തി അവളെ കാരുണ്യപൂർവ്വം നോക്കിക്കൊണ്ട് ഏതാനും നിമിഷം നിന്നു. ഞാനല്ലേ കുഞ്ഞെ നിന്നോട് ക്ഷമയാചിക്കേണ്ടത്? നിനക്ക് നിൻ്റെ മക്കളെ തിരിച്ചു കിട്ടുമെങ്കിൽ ഇതിനേക്കാൾ വലിയ കുരിശ് ചുമക്കാൻ ഞാൻ ഒരുക്കമാ. കുനിഞ്ഞ ശിരസോടെ അച്ഛൻ ഇറങ്ങി നടന്നു. വിമല വല്ലായ്മയോടെ നോക്കി നിന്നു. ജംഗ്ഷനിൽ ചെന്നിട്ട് വേണം ബസ് പിടിക്കാൻ. വിമല വൺ വേയിലൂടെ തിടുക്കത്തിൽ നടന്നു. നന്ദിനിയെ കാണാൻ ഹോസ്റ്റലിൽ പോയിട്ട് മടങ്ങുകയാണവൾ. സന്ധ്യ കഴിഞ്ഞതിനാൽ ഫുട്പാത്തിൽ ജനങ്ങളുടെയും നിരത്തിൽ വാഹനങ്ങളുടെയും തിരക്ക് വർദ്ധിച്ചിരുന്നു. വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ പ്രശോഭിതമായ നഗരം ഇരുമ്പുന്നു, കുതിക്കുന്നു, കിതയ്ക്കുന്നു. വിമല ജംഗ്ഷനിലെത്തി. റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം വിമലയ്ക്ക് തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പിലെത്താൻ. ഒരു നിര വാഹനങ്ങൾ പാരലൽ റോഡിൽ നിന്നും തിരിഞ്ഞു വലതുവശത്തെ വൺവേയിലേക്ക് ഒഴുകുന്നു. മറ്റൊരു നിര വാഹനങ്ങൾ സിഗ്നൽ കാത്ത് കിടക്കുന്നു. വിമല ക്രോസ് ചെയ്യാൻ ഭാവിക്കുകയായിരുന്നു. ഏതാണ്ട് 20 അടി അകലെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൻ്റെ കറുത്ത ജനാലച്ചില്ല് പൊടുന്നനെ താഴ്ന്നു. മമ്മി! ഒരു നിലവിളി. വിമലയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു. വിറയലോടെ ഞെട്ടിത്തിരിഞ്ഞ അവൾ കാറിൻ്റെ പിൻസീറ്റിൻ്റെ ജനാലയിൽ അമ്മുവിൻ്റെ മുഖം ഒരു നിമിഷത്തേക്ക് കണ്ടു. ആരോ പിടിച്ചു മാറ്റിയതുപോലെ അമ്മുവിൻ്റെ മുഖം അപ്രത്യക്ഷമായി. കൊച്ചു കൈകൾ മാത്രം വായുവിൽ ചുരമാന്തിക്കൊണ്ടിരുന്നു. കറുത്ത ഗ്ലാസ് ഉയർന്നു വന്ന് അതും മറഞ്ഞു. മോളെ! നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് വിമല കാറിനടുത്തേക്ക് ഓടി. കാത്തുകിടന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞിരുന്നു. വിമലയ്ക്ക് അടുത്ത് ചെല്ലാൻ കഴിയും മുമ്പേ കാർ നീങ്ങിക്കഴിഞ്ഞു. വിമല ഉറക്കെ വിളിച്ചുകൊണ്ട് കാറിന് പിന്നാലെ ഓടി. വാഹനങ്ങൾ ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും ഒരു സ്ത്രീ കാറിന് പിറകെ ഓടുന്നത് സാഗൂതം നോക്കി. കാറും വിമലയും തമ്മിലുള്ള അകലം ക്രമേണ കൂടിക്കൂടി വന്നു. ഓടിക്കിതച്ച വിമലയ്ക്ക് ശ്വാസം കിട്ടാതായി. കണ്ണുകളിൽ ഇരുട്ട് കയറി. നെഞ്ച് പിടഞ്ഞടിച്ചുകൊണ്ടിരുന്നു. കാർ ഇതിനകം ഒരു വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പിന്നാലെ വന്ന ഒരു മാരുതിക്കാർ വിമലയെ മുട്ടിയില്ലെന്ന മട്ടിൽ നിന്നു. വിമല പിന്നോട്ട് വേച്ച് അതിൻ്റെ ബോണറ്റിന് മീതെ കുഴഞ്ഞു വീണു. തടസ്സം. മാരുതിക്ക് പിന്നിൽ അസഖ്യം വാഹനങ്ങൾ കാത്തുകിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. വിമല ബോണറ്റിൽ കൈകുത്തി എഴുന്നേറ്റു. ബോണറ്റിൽ പിടിച്ച് റോഡരികിലേക്ക് മാറി. ലോകം അവളുടെ കണ്ണുകളിൽ ക്രമേണ തെളിഞ്ഞു വന്നു. കടന്നുപോകുന്ന വാഹനങ്ങളിലുള്ളവർ അവളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. സ്വപ്നമോ മിഥ്യയോ?
അമ്മുവിനെ താൻ കാണുകയുണ്ടായോ? മമ്മി എന്ന നിലവിളി കേൾക്കുകയുണ്ടായോ? അവളെ കയറ്റിക്കൊണ്ടുപോയ കാറിന് പിന്നാലെ താൻ ഓടുകയായിരുന്നോ? വിമല പകച്ചു നിന്നു. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ പതിവ് പോലെ നഗരത്തിലെ മദ്യശാലയിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുകയായിരുന്നു. ഗേറ്റിൽ ഇരുമ്പു ചങ്ങല കിലുങ്ങുന്ന ഒച്ച കേട്ടു. അയാൾ വാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ വിമല ഓടിപ്പാഞ്ഞു വരുന്നത് കണ്ടു. ഗേറ്റിനപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ട്. വിമല ശ്രീനിവാസന്റെ മുൻപിൽ എത്തി നിന്നു. കിതപ്പ് കാരണം അവൾക്ക് സംസാരിക്കാൻ വയ്യായിരുന്നു. ഒഴിഞ്ഞ കണ്ണുകളിൽ ഒരത്യാഹിതത്തിന്റെ സൂചന. എന്തുപറ്റി? ശ്രീനിവാസൻ അമ്പരപ്പോടെ ചോദിച്ചു. വിമല ആംഗ്യങ്ങളോടെ എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും ശബ്ദം കിട്ടിയില്ല. അകത്തേക്ക് വാ, ശ്രീനിവാസൻ കസേര ചൂണ്ടിക്കാണിച്ചു. വിമല ഇരുന്നില്ല. കുടിക്കാൻ വല്ലതും വേണോ? വേണ്ടെന്ന തലയാട്ടിൽ. ശരി, എന്താണുണ്ടായതെന്ന് പറയൂ. ഞാനെൻ്റെ മോളെ കണ്ടു. വിമല കരയാൻ തുടങ്ങി. ശ്രീനിവാസൻ ആശ്ചര്യസ്തബ്ധനായി. എവിടെ? ടൗണിൽ വെച്ച് ഒരു കാറിൽ. അവൾ എന്നെ കണ്ടു മമ്മിയെന്ന് വിളിച്ച് കരഞ്ഞു. വിമലയ്ക്ക് കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. എന്നിട്ട്? ശ്രീനിവാസൻ ഉദ്യോഗഭരിതനായി. കാർ വിട്ടുപോയി. ഞാൻ പുറകെ ഓടി. പക്ഷെ അതെങ്ങോട്ടോ പോയി. എൻ്റെ മോളും അതിലുണ്ടായിരുന്നു. കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തോ? അപ്പോഴാണ് അവൾ അതേക്കുറിച്ച് ബോധവതിയായത്. ഇല്ല. ഇല്ലേ? വക്കീലിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്നേരം അതൊന്നും ഞാൻ ഓർത്തില്ല. എൻ്റെ മോളെ കണ്ട വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ശ്രീനിവാസൻ ദേഷ്യത്തിൽ കണ്ണടയെടുത്ത് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതേതായാലും നന്നായി. ഇനി കാർ അന്വേഷിച്ച് വിഷമിക്കേണ്ടല്ലോ. സർ, എൻ്റെ മോൾ അതിലുണ്ട്. വിമല വിങ്ങിപ്പൊട്ടി. നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. കാറിൻ്റെ നമ്പർ പോലും നോക്കാതെ ഇങ്ങോട്ട് ഓടി വന്നു. ടൗണിൽ എവിടെയോ വെച്ച് ഒരു കാറിനകത്ത് നിങ്ങളുടെ മോൾ ഇരിക്കുന്നത് കണ്ടു. വളരെ സന്തോഷം. ഇനി ആ വിഷയം അങ്ങ് മറന്നേക്ക്. എന്നിട്ട് വീട്ടിൽ പോയി വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ശ്രീനിവാസൻ്റെ മുഖം അമർഷവും കോപവും കൊണ്ട് ചുവന്നിരുന്നു. വിമല തരിച്ചു നിന്നു. കയ്യെത്തുന്ന ദൂരത്ത് തൻ്റെ മോളെ കണ്ടതാണ്. കാർ വിട്ടുപോയി എന്നത് ശരി തന്നെ. എങ്കിലും അവർ ഈ നഗരത്തിലുണ്ടല്ലോ. കുറച്ചൊന്നും ബുദ്ധിമുട്ടിയാൽ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. വക്കീലിനെ കാണാൻ വരുമ്പോൾ അവൾ വിചാരിച്ചത് കാര്യങ്ങൾ വളരെ ലഘുവായി തീർന്നുവെന്നാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തുണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ. തൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വീണ്ടും അവർ കൈവിട്ടുപോയി എന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല വിമലയ്ക്ക്. അവൾ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ പക്കത്തു നിന്ന് അയാളെ ഉറ്റുനോക്കി. എന്താ വിമല വിചാരിച്ചത്? ശ്രീനിവാസൻ രോഷാകുലനായി ചോദിച്ചു. ഇങ്ങോട്ട് ഓടി വന്നാൽ നിങ്ങളുടെ മകളെ ഞാൻ തൂക്കിയെടുത്ത് ഉള്ളംകൈയിൽ വെച്ച് തരുമെന്നോ? പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. അടുത്ത അവധിക്ക് കോടതിയിലോട്ട് വന്നാൽ മതി. വിമല പരിസരം മറന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽച്ചുവട്ടിൽ വീണു. എൻ്റെ മക്കള്, അവരിവിടെ ഉണ്ട്. അവരെ രക്ഷിക്കണേ. എനിക്ക് വേറൊന്നും അറിയില്ല. ശ്രീനിവാസൻ അമ്പരപ്പിൽ പുറകോട്ട് മാറി. ശിരസ് നിഷേധാർത്ഥത്തിൽ ചലിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ വാതിക്കൽ വന്ന് തൊണ്ട ചനക്കി. ചാർജ് തന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞ് DYSP ജയശങ്കർ മേശപ്പുറത്തെ പേപ്പർ വെയിറ്റ് എടുത്ത് കൈവെള്ളയിൽ വെച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് നിമിഷങ്ങളോളം ഇരുന്നു. തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. ഇനി എനിക്ക് കോടതിയിൽ പോകണം. ശ്രീനിവാസൻ അസ്വസ്ഥനായി. ജയശങ്കർ വിമലയെ നോക്കി. അവൾ കർച്ചീഫ് കൊണ്ട് ഒരിക്കൽ കൂടി കണ്ണും മൂക്കും തുടച്ചു. ആ നമ്പർ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ 3 കുഞ്ഞുങ്ങളും നിങ്ങളുടെ അരികിലുണ്ടാകുമായിരുന്നു. എത്ര വലിയൊരു അബദ്ധമാണ് കാണിച്ചതെന്ന് മനസ്സിലായോ? ജയശങ്കർ ചോദിച്ചു. ദൈവമാണ് ആ കാർ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു തന്നത്. നിങ്ങളുടെ മോൾക്ക് നിങ്ങളെ കണ്ടപ്പോൾ കാറിൻ്റെ ചില്ല് താഴ്ത്തി വിളിക്കാനുള്ള ബുദ്ധി ഉണ്ടായല്ലോ. അത്ര ബുദ്ധി പോലും നിങ്ങൾക്ക്. അതൊന്നും പറഞ്ഞിട്ടിനി കാര്യമില്ല. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുക. ശ്രീനിവാസൻ പറഞ്ഞു. കാറിൻ്റെ നിറം വെള്ള. എന്തുതരം കാറാണെന്ന് അറിയാമോ? വലിയ കാറാ. നീളക്കൂടുതലുണ്ട്. അംബാസഡറോ കോണ്ടസിയോ ടാറ്റ എസ്റ്റേറ്റോ അങ്ങനെ തിരിച്ചറിയാമോ? എനിക്കങ്ങനെ അറിയില്ല. എന്തെങ്കിലും ഒരു അടയാളം പറയാനുണ്ടോ? വിമല ഓർമ്മിക്കാൻ ശ്രമിച്ചു. കാർ നിരത്തിലൂടെ വേഗത കുറച്ച് നീങ്ങുകയാണ്. താൻ പിന്നാലെ ഓടുന്നു. പിന്നിലെ ചില്ലിന് മുകളിൽ മിന്നുകയും കെടുകയും ചെയ്യുന്ന ലൈറ്റുകൾ. പെൻസിലിനോളം മാത്രം നീളവും വീതിയും മാത്രമുള്ള പച്ചയും നീലയും മഞ്ഞയും ലൈറ്റുകൾ. വിമല അതു പറഞ്ഞു. പിന്നെ ജയശങ്കർ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഫോളോ മീ എന്ന് ഇംഗ്ലീഷിൽ വലിയ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് അടിക്കുമ്പോൾ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ഇനി? വിമല വീണ്ടും ഓർമ്മയിൽ പരതി. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ശ്രീനി കോടതിയിലേക്ക് പോയിക്കൊള്ളൂ. ഞാനിത് കൈകാര്യം ചെയ്തോളാം, ജയശങ്കർ പറഞ്ഞു. ശ്രീനിവാസൻ ഉടൻ തൻ്റെ കാറിൽ കയറി യാത്രയായി.
ജയശങ്കർ വിമലയെയും കൂട്ടിക്കൊണ്ട് നഗരത്തിലേക്ക് ഇറങ്ങി. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ചില കാറുകൾ കാണിച്ചിട്ട് അയാൾ ചോദിച്ചു, ഇക്കാണുന്നതിൽ ഏതുതരം കാറാണ് ഇന്നലെ കണ്ടതെന്ന് പറയാമോ? ഒരു കോണ്ടസക്കാരനരികിലേക്ക് നീങ്ങി അതാകപ്പാടെ ഒന്ന് നോക്കിയിട്ട് വിമല പറഞ്ഞു, ഇതുപോലൊരെണ്ണമാണെന്ന് തോന്നുന്നു. ജയശങ്കർ വേറെ ചില കാറുകൾ കാണിച്ചു കൊടുത്തിട്ട് ഇന്നലെ കണ്ടതുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കോണ്ടസക്കാരൻ്റെ രൂപവുമായിട്ടാണ് സാദൃശ്യം കൂടുതൽ. ശരി, ഇനി വിമല പൊയ്ക്കൊള്ളൂ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കലക്കവെള്ളത്തിൽ തപ്പുന്നത് പോലെ ഒരു ശ്രമം നടത്തി നോക്കുന്നു എന്നേയുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഡിവൈഎസ്പി ജയശങ്കർ വിമല കണ്ടുവെന്ന് പറയുന്ന കോണ്ടസക്കാർ കണ്ടുപിടിക്കാനുള്ള തീവ്രയജ്ഞം ആരംഭിച്ചു. അതൊരു വെല്ലുവിളിയായി തന്നെ അയാൾ ഏറ്റെടുത്തു. തൻ്റെ എല്ലാ കഴിവും സ്വാധീനവും അധികാരവും അതിനായി വിനിയോഗിച്ചു. പട്ടണത്തിലെ മിക്കവാറും എല്ലാ റോഡുകളിലും രാത്രികളിൽ അയാൾ ചെക്കിംഗ് ഏർപ്പെടുത്തി. ചില പ്രത്യേക അടയാളങ്ങളോട് കൂടിയ ഒരു കോണ്ടസക്കാർ എവിടെ കണ്ടാലും തടയുകയോ നമ്പർ കുറിച്ചെടുത്ത് കൺട്രോൾ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയോ ചെയ്യണമെന്ന് ചെക്കിങ്ങിന് നിയോഗിക്കപ്പെട്ടവരോട് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. 2-3 രാത്രികൾ പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടാകാതെ കടന്നുപോയി. ഒരു വൈകുന്നേരം അഡ്വക്കേറ്റ് ശ്രീനിവാസൻ ജയശങ്കറെ വിളിച്ചു. തൻ്റെ അന്വേഷണം എവിടം വരെ എത്തി? ഒരിടത്തും എത്തുന്നില്ല. കാർ കണ്ടുപിടിക്കാനായില്ല എന്ന് ചുരുക്കം. അന്വേഷിക്കുകയാണ്. RTO ഓഫീസിലായിരുന്നു ഇന്നലെ മുതൽ. കോണ്ടസ കാറുകളുടെ നമ്പർ മുഴുവൻ കുറിച്ചെടുത്തു. നാളെ അത് മുഴുവൻ വിമലയെ കാണിക്കണം. സംശയം തോന്നുന്ന ഏതെങ്കിലും നമ്പറുണ്ടോ എന്ന്? എടോ, അവർ ആ കാർ ഇനി റോഡിൽ ഇറക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? വിമല കണ്ടുവെന്ന് അവർക്ക് ഉറപ്പല്ലേ? ഏതെങ്കിലും ഗോഡൗണിൽ അടച്ചിട്ടിരിക്കുകയായിരിക്കും. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. താനൊരു കാര്യം ചെയ്യ്. ശ്രീനിവാസൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു. പട്ടണത്തിലും പരിസരങ്ങളിലുമുള്ള സകല വർക്ക്ഷോപ്പുകളിലും ഒന്ന് അന്വേഷിക്ക്. വിമല പറഞ്ഞ അടയാളങ്ങളോട് കൂടിയ ആ കാർ ഈ നഗരത്തിലുള്ളതാണെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പുകാർക്ക് അറിയാൻ കഴിയും. എക്സ്ട്രാ ഫിറ്റിങ്സും റിപ്പയറിങ്ങും ഒക്കെ വർക്ക്ഷോപ്പ് മെക്കാനിക്കുകളല്ലേ ചെയ്തു കൊടുക്കുക. തനിക്കിത് 2 ദിവസം മുമ്പേ പറയാൻ തോന്നിയില്ലല്ലോ. ജയശങ്കർ റിസീവർ വെച്ചു. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളെ ലക്ഷ്യമാക്കി ഇറങ്ങി. നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള അനേകം വർക്ക്ഷോപ്പുകളിൽ ജയശങ്കറും അന്വേഷണോത്സംഘവും കയറി ഇറങ്ങി. 2 ദിവസം കൂടി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ജെട്ടിക്കടുത്തുള്ള കാർ കെയർ സെൻറ്ററിൽ അന്വേഷിച്ചപ്പോൾ വിലപ്പെട്ട ചില വിവരങ്ങൾ കിട്ടി. വർക്ക്ഷോപ്പ് മെക്കാനിക്കുകൾക്ക് ജയശങ്കർ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയ ഒരു കാർ പരിചയമുണ്ട്. ആ കാർ ഈ വർക്ക്ഷോപ്പിലാണ് മിക്കവാറും റിപ്പയറിങ്ങിന് വരാറുള്ളത്. വിക്രമൻ തമ്പി മുതലാളിയുടെ മകനായ രാജൻ തമ്പിയുടെ കാറാണത്. കാർ നമ്പറും മെക്കാനിക്കുകൾ പറഞ്ഞു കൊടുത്തു. വിക്രമൻ തമ്പിയെ ജയശങ്കറിന് ശരിക്കറിയാം. നേരിട്ട് പരിചയമില്ലെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി. നാനാതരം ബിസിനസ്സുകളുണ്ട് അയാൾക്ക്. നഗരത്തിലെ അധോലോകം അയാളുടെ വിരൽത്തുമ്പിൻ്റെ ചലനത്തിനൊത്താണ് ചലിക്കുന്നതെന്നും അറിയാം. വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സാമുദായിക സ്വാധീനങ്ങളുള്ള വ്യക്തി. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ദുഷിച്ച പ്രതിച്ഛായയ്ക്ക് ഉടമയാണെങ്കിലും മേൽത്തട്ടിൽ അയാളുടെ മുഖം പരോപകാരിയുടെയും സേവന സന്നദ്ധൻ്റേതുമായിരുന്നു. രാജൻ തമ്പിയുടെ പേർ ചൂതാട്ട കേന്ദ്രങ്ങളുമായും നിശാ ക്ലബ്ബുകളുമായും നീലച്ചിത്രങ്ങളുമായും ബന്ധപ്പെട്ടാണ് കേട്ടിരുന്നത്. രാഷ്ട്രീയത്തിലെ ഉന്നതർക്കും സമ്പന്നരായ മാന്യന്മാർക്കും വേണ്ടി നടത്തിപ്പോന്ന അങ്ങേയറ്റം പരിഷ്കൃതമായ ഒരു വേശ്യാലയം രാജൻ തമ്പിയുടെ വകയാണെന്നും ജയശങ്കർ കേട്ടിട്ടുണ്ട്. ആരോടാണ് പൊരുതേണ്ടതെന്ന് ജയശങ്കറിന് മനസ്സിലായി. വ്യക്തമായ ഒരു ചിത്രം കിട്ടി. ഒരിടത്തും ഒരു പിഴ പോലും പറ്റാത്ത വിധം എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി വേണം അവരെ നേരിടാൻ. നഗരത്തിലെ വെളുത്ത മുഖത്തും കറുത്ത മുഖത്തും കണ്ണു നട്ടിരിക്കുന്ന ഒരാളെയാണ് നേരിടേണ്ടത്. ഡിവൈഎസ്പി ജയശങ്കർ ആലോചനയ്ക്കും തയ്യാറെടുപ്പുകൾക്കുമായി ഒരു ദിവസം എടുത്തു. ഇതിനിടയിൽ രഹസ്യമായി വിക്രമൻ തമ്പിയുടെ താമസ സ്ഥലം നിരീക്ഷിക്കുകയും ചെയ്തു. കായൽക്കരയിലുള്ള ഒരു വലിയ വളപ്പിനുള്ളിലെ 3 നില കെട്ടിടമായിരുന്നു അയാളുടെ ഭവനം. കരിങ്കൽ മതിലിനുള്ളിൽ അതൊരു ഗൂഢസംഗതത്തെ അനുസ്മരിപ്പിച്ചിരുന്നു. അടുത്ത നാൾ ഡിവൈഎസ്പി ജയശങ്കർ ഒരു സംഘം പോലീസുകാരോടൊപ്പം വിക്രമൻ തമ്പിയുടെ വീട്ടിലെത്തി. പോലീസുകാരെ ജീപ്പിൽ നിന്നിറക്കി വളപ്പിന് വെളിയിൽ നിർത്തിയ ശേഷം അയാൾ പറഞ്ഞു, എന്തെങ്കിലും ദുസൂചനയുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് വന്നാൽ മതി. അയാൾ അകത്തേക്ക് പോയി. വിക്രമൻ തമ്പി വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് വന്ന ആഗതനെ സ്വീകരിച്ചു. ജയശങ്കർ അയാളെ അടിമുടി നോക്കി. കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത ശരീരം, വെള്ള ഖദർ ഷർട്ടും മുണ്ടും, ഉയരം കുറവാണെങ്കിലും തടിച്ചു കൊടുത്ത ശരീരം. ഞാൻ വിക്രമൻ തമ്പി, എന്താണാവോ? അയാൾ ഭവ്യത അഭിനയിച്ചു. ഞാൻ ഡിവൈഎസ്പി ജയശങ്കർ. ശരി, ഇരിക്ക്. നിങ്ങളുടെ മകനില്ലേ ഇവിടെ, രാജൻ തമ്പി? ഇല്ലല്ലോ, അവൻ ഒരു കാര്യത്തിന് മദ്രാസ് വരെ പോയിരിക്കുകയാണല്ലോ.
കാപട്യം നിറഞ്ഞ അതിവിനയത്തോടെയാണ് പറച്ചിൽ. എപ്പോൾ വരും? ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ നാളെ. അയാൾക്കൊരു കാറുണ്ടല്ലോ. ഇല്ലല്ലോ. കോണ്ടസാ? ഇല്ലല്ലോ. പിൻഭാഗത്ത് ഫാൻസി ലൈറ്റും ഫോളോ മീ എന്ന സ്റ്റിക്കറും ഉള്ളത്? ഇല്ലല്ലോ. നോക്കി നിൽക്കെ ആടിനെ പട്ടിയാക്കാൻ തനിക്ക് കഴിവുണ്ടെന്ന അഹന്തയോടെയാണ് ആ പറച്ചിലെന്ന് ജയശങ്കറിന് മനസ്സിലായി. ഒരു തരം പരിഹാസഭാവം. എല്ലാം പുല്ലാണെന്നൊരു നിസ്സാര മട്ട്. എനിക്ക് നിങ്ങളുടെ പോർച്ചും ഗ്യാരേജും പരിശോധിക്കണം. ആവാമല്ലോ. ജയശങ്കർ ഇറങ്ങി. വീടിന് ചുറ്റും ഒരു വട്ടം നടന്നു. പോർച്ചിലൊരു ടൊയോട്ട കിടപ്പുണ്ട്. ഗ്യാരേജിൽ ഒരു അംബാസഡർ കാറും മാരുതി വാനും. വർക്ക്ഷോപ്പ് പോലെ തോന്നിപ്പിച്ച ഒരു കെട്ടിടം തകരഗേറ്റ് കൊണ്ടടിച്ച് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽ? ജയശങ്കർ ഒരു തമാശ കണ്ട് ആസ്വദിക്കുന്ന പോലെ നിന്ന വിക്രമൻ തമ്പിയുടെ നേരെ കൈനീട്ടി. ഇല്ലല്ലോ, മദ്രാസിലാ. മദ്രാസിലോ? ആ, മകൻ കൊണ്ടുപോയി അവൻ്റെ കീ ചെയിനിലിട്ട്. ഷെഡിൻ്റെ താക്കൽ അങ്ങനെ കൊണ്ടു നടക്കാറുണ്ടോ? വിക്രമൻ തമ്പി ഇല്ലെന്ന് ചുമൽ കൂച്ചി. പിന്നെന്തിനു കൊണ്ടുപോയി? ആ, അയാൾ 2 കൈയും മലർത്തിക്കാട്ടി. ജയശങ്കറിൻ്റെ കാൽവിരൽ മുതൽ പെരുത്ത് കയറി. അയാൾ ഷെഡിന് നേർക്ക് നടന്നു. സർവീസ് റിവോൾവർ എടുത്ത് താഴിൻ്റെ ദ്വാരത്തിൽ കുഴൽ മുട്ടിച്ച് കാഞ്ചി വലിച്ചു. ചിലമ്പിയ ഒരു വെടിയച്ച താഴെ പൊളിഞ്ഞ് താഴെ വീണു. ജയശങ്കർ തകരഗേറ്റ് വലിച്ചു തുറന്നു. ഷെഡിനുള്ളിൽ കോണ്ടസാ കാർ, നിറം വെള്ള, നമ്പർ വർക്ക്ഷോപ്പിൽ നിന്നും കിട്ടിയത് തന്നെ. ചില്ലിന് മുകളിലെ ഫാൻസി ലൈറ്റുകൾ അഴിച്ചു മാറ്റിയതിൻ്റെ പാടുകൾ, പിൻവശത്തെ ഫോളോ മീ സ്റ്റിക്കർ ഇളക്കിക്കളഞ്ഞതിൻ്റെ അടയാളം. ജയശങ്കറിന് എല്ലാം മനസ്സിലായി. വിമല കണ്ട കാർ ഇത് തന്നെ. വിമലയുടെ കുഞ്ഞുങ്ങൾ ഇതിനുള്ളിലുണ്ടായിരുന്നു. ഡിവൈഎസ്പി ജയശങ്കർ കാറിന് ചുറ്റും നടന്ന് പരിശോധിച്ചു. പിന്നെ ഷെഡിൽ നിന്നിറങ്ങിയത് വിക്രമൻ തമ്പിയുടെ മുമ്പിലേക്കായിരുന്നു. അയാൾക്ക് യാതൊരു കൂസലുമില്ല. പുച്ഛം നിറഞ്ഞൊരു ചിരി മുഖത്ത് പരന്നു കിടന്നു. സാറിൻ്റെ തോക്ക് കൊള്ളാം, ഉഗ്രം വെടിയായിരുന്നു. ഇപ്പോൾ ഒരുമാതിരി കൊള്ളാവുന്ന സാധനങ്ങളായില്ലേ സർവീസ് റിവോൾവറായിട്ട് കിട്ടുന്നത്? ജയശങ്കർ മറുപടി പറയാൻ പോയില്ല. വിക്രമൻ തമ്പി അയാളുടെ മുമ്പിൽ വഴി തടഞ്ഞെന്ന പോലെ നിന്നു. പക്ഷേ എൻ്റെ ഷെഡിൽ പൂട്ട് തകർത്തതിന് താൻ നഷ്ടം തരേണ്ടി വരും. സാമാന്യം വലിയ നഷ്ടം. കാറിൻ്റെ താക്കോൽ? ജയശങ്കർ സ്വിച്ച് കീക്ക് വേണ്ടി കൈ നീട്ടി. എൻ്റെ കയ്യിലില്ലല്ലോ. മദ്രാസിലെ മോൻ കൊണ്ടുപോയിരിക്കുക. ശരി. ജയശങ്കർ ഗേറ്റിന് നേർക്ക് നടന്നു. ഗേറ്റിനപ്പുറത്ത് ജീപ്പുമായി പോലീസ് കാത്തു നിന്നിരുന്നു. ജയശങ്കർ അവരോട് വണ്ടിയുമായി അകത്തേക്ക് വരാൻ നിർദ്ദേശിച്ചു. ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. പോലീസ് ജീപ്പിനെ ജയശങ്കർ ഷെഡിനടുത്തേക്ക് നയിച്ചു. ഇതിനകം ഭൂമിക്കടിയിൽ നിന്നും പൊട്ടിമുളച്ചതുപോലെ തമിഴന്മാരെ പോലെ തോന്നിക്കുന്ന 8-9 പേർ ഷെഡിനരികിലായി നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജയശങ്കർ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചു പതുക്കെ എന്തോ പറഞ്ഞ് പുറത്തേക്ക് അയച്ചു. വിക്രമൻ തമ്പി ഇതെല്ലാം ഒരു തമാശ കാണും പോലെ പുച്ഛച്ചിരിയോടെ നോക്കി നിൽക്കുകയാണ്. പുറത്തേക്ക് പോയ കോൺസ്റ്റബിൾ വണ്ണമുള്ള പ്ലാസ്റ്റിക് കയറുമായി മടങ്ങി വന്നു. ഒരറ്റം ജീപ്പിൻ്റെ പുറകിൽ കെട്ടി, മറ്റേ അറ്റം കാറിൻ്റെ മുന്നിലെ ബമ്പറിൽ കെട്ടാൻ നീങ്ങിയപ്പോൾ വിക്രമൻ തമ്പി മുമ്പോട്ട് വന്നു. ആദ്യം കാറിൽ തൊടുന്നവൻ അടുത്ത നിമിഷം ശവം. പോലീസിൽ അത്ര മിടുക്കന്മാരുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാളുടെ കയ്യിൽ ഒരു തോക്ക് പ്രത്യക്ഷപ്പെട്ടു. തമിഴന്മാരുടെ കയ്യിൽ കത്തി, കമ്പിവടി, സൈക്കിൾ ചെയിൻ തുടങ്ങിയ ആയുധങ്ങൾ ഞൊടിയിടയിൽ പ്രത്യക്ഷപ്പെട്ടു. കയറിൻ്റെ മറ്റേ അറ്റം കാറിൻ്റെ ബമ്പറിൽ കെട്ടാൻ പോയ കോൺസ്റ്റബിൾ നിന്നെടുത്തു നിന്ന് 1 ഇഞ്ച് അനങ്ങിയില്ല. ഡിവൈഎസ്പി സാർ, സർവീസ് റിവോൾവർ എടുക്കാനൊന്നും മെനക്കെടണ്ട, പാഴ്വേലയാ. വിക്രമൻ തമ്പി മുന്നറിയിപ്പ് നൽകി. പോലീസുകാർ ഭയന്ന് നിൽക്കുകയാണ്. ജയശങ്കർ പെട്ടെന്ന് മുന്നോട്ട് ചെന്നു. കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്ന് കയർ വാങ്ങി ഷെഡിൽ കടന്ന് കോണ്ടസയുടെ മുൻവശമായി ബന്ധിച്ചു. പിന്നെ തിരിച്ച് ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പിൻ്റെ ഡ്രൈവറോട് ചെന്ന് കാറിൽ കയറാൻ ആജ്ഞാപിച്ചു. വിക്രമൻ തമ്പിയോ അയാളുടെ ഗുണ്ടകളോ സമീപത്ത് നിൽപ്പുണ്ടെന്ന ഭാവം ഇല്ലാതെയായിരുന്നു ജയശങ്കറിൻ്റെ നീക്കങ്ങൾ. 2 മിനിറ്റിനുള്ളിൽ ജോലി തീർന്നു. ജയശങ്കർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പോലീസുകാരെല്ലാം ജീപ്പിൽ കയറി കഴിഞ്ഞിരുന്നു. വിക്രമൻ തമ്പിയുടെ മുമ്പിൽ ജയശങ്കർ ചവിട്ടി നിർത്തി. ചാടി ഇറങ്ങി അയാളുടെ ചെകിട്ട താഞ്ഞൊരടിയടിച്ചു. തോക്ക് അയാളുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയി. ഇടതു കൈ നിലത്ത് കുത്തി വീണ വിക്രമൻ തമ്പി ചാടി എഴുന്നേറ്റു. ബാക്കി പുറകെ കരുതിയിരുന്നു. ജയശങ്കർ ജീപ്പിൽ കയറി ഓടിച്ചു പോയി. പുറകെ കെട്ടിവലിക്കപ്പെട്ട നിലയിൽ കോണ്ടസാ കാറും. അവ ഗേറ്റ് കടന്നുപോയി. ജോലികൾ ഒതുക്കി ഓഫീസിൽ നിന്നും ജയശങ്കർ വീട്ടിലെത്തുമ്പോൾ 8 മണി കഴിഞ്ഞു. സിറ്റൗട്ടിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സാക്ഷാൽ വിക്രമൻ തമ്പി തന്നെ. ജയശങ്കറെ കണ്ട് അയാൾ എഴുന്നേറ്റു. വണക്കം, ഞാൻ ഏറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. പുച്ഛം അയാളുടെ സംസാരത്തിലെ സ്ഥായീഭാവമാണെന്ന് തോന്നി. ജോലി കഴിയാൻ വൈകി. ഇപ്പോൾ പോലീസിലുള്ള പല ചെറുപ്പക്കാർക്കും രാത്രിയിൽ ഓഫീസിൽ കുത്തിയിരുന്ന് പണിയെടുക്കാനും മാത്രം ആത്മാർത്ഥതയൊക്കെ ഉണ്ട് അല്ലേ? അതിനാണ് ഞങ്ങളെ ശമ്പളം തന്ന് നിയമിച്ചിരിക്കുന്നത്. വാസ്തവം രാജ്യസേവനം.
വിക്രമൻ തമ്പി വന്ന കാര്യം പറഞ്ഞില്ല. അതിത്തിരി പറയാനുണ്ട്. നിന്ന നിൽപ്പിൽ എങ്ങനെയാ? എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ, എനിക്ക് അല്പം താമസമുണ്ട്. ജയശങ്കർ അകത്തേക്ക് പോയി. കുളിയും ലഘുഭക്ഷണവും കഴിഞ്ഞ് അയാൾ സിറ്റൗട്ടിലേക്ക് വന്നുള്ളൂ. വിക്രമൻ തമ്പിയുടെ മുമ്പിൽ അയാൾ കസേര വലിച്ചിട്ടിരുന്നു. സാറിൻ്റെ സ്വന്തം വീടാണോ ഇത്? അല്ല, വാടകയാ. അതെ. സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ? വേണം, പതുക്കെ മതി, ധൃതിയില്ല. ഈ പോലീസ് ജോലിന്ന് എന്തോന്ന് നക്കാപ്പിച്ച കിട്ടാനാ അല്ലേ? സാറിന് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ? അതെ. അപ്പോൾ തീർച്ചയായും ഒരു വീട് സ്വന്തമായിട്ട് വേണം. അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ജയശങ്കറിന് മനസ്സിലായി. വിക്രമൻ തമ്പി നിലത്തിരുന്ന ബ്രീഫ് കേസ് എടുത്ത് ടീപ്പോയ്മേൽ വെച്ചു. അത് തുറന്നു. നോട്ടുകെട്ടുകളായിരുന്നു അതിനുള്ളിൽ. അത് ജയശങ്കറിൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു അഡ്വാൻസായിട്ട് കരുതിയാൽ മതി. കാശിന് അത്യാവശ്യം വരുമ്പോഴൊക്കെ എൻ്റെ നമ്പറൊന്ന് കറിക്കിയാൽ മതി. കാറിൽ ഇവിടെ എത്തിച്ചു തരും. ഞാൻ നിങ്ങളോട് പണം ചോദിച്ചില്ലല്ലോ. ഓ, ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞു ചെയ്യേണ്ട ബാധ്യതയില്ലേ ഞങ്ങളെപ്പോലുള്ളവർക്ക്? തുടരും.